കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെയാണ് അൻവർ രൂക്ഷമായി വിമർശിക്കുന്നത്. വ്യാജ വാർത്തകളും വർഗീയതയും വംശീയതയും തുപ്പിജീവിക്കുന്ന കുപ്രസിദ്ധ യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ അൻവർ പടയൊരുക്കം നടത്തിയിരുന്നു. വ്യാജ വാർത്തകളുടെ ഫാക്ടറി നടത്തുന്ന സാജൻ സ്കറിയ എന്ന യൂട്യൂബർ നിരവധി കേസുകൾ നേരിടേണ്ടി വന്നു, ഒളിവിൽ പോകേണ്ടി വന്നു. സാജന് ഒളിവുകാലത്തും നിയമ പോരാട്ടത്തിലും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതായി നാം കണ്ടു. മഞ്ഞ യൂട്യൂബറെ സംരക്ഷിക്കാൻ, ഒളിവിൽ പോകാൻ വലിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി അകത്തിടാൻ പോലീസ് ശ്രമിച്ചില്ല. പല കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന നിലയുണ്ടായി. അറസ്റ്റ് ഉണ്ടാകേണ്ട ഘട്ടങ്ങളിൽ നിർഭയനായി ഒളിവിൽ താമസിക്കാൻ ആരാണ് സാജൻ സ്കറിയക്ക് ഒത്താശ ചെയ്തത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. കേസ് അന്വേഷിക്കുന്ന ADGP അജിത് കുമാർ സാജൻ സ്കറിയയെ സഹായിച്ചു എന്നാണ് അൻവർ പറയുന്നത്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം പോലീസിന്റെ ഒത്താശയോടെ മാത്രമേ ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സാജൻ സ്കറിയ ഒളിവിൽ പോയ സ്ഥലങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അൻവർ കേസ് അന്വേഷിക്കുന്ന അജിത് കുമാറുമായി പങ്കിട്ടിരുന്നു. സാജൻ സ്കറിയ എന്ന ക്രിമിനലിനെ, നൊട്ടോറിയസ് ക്രിമിനലിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായങ്ങൾ ADGP അജിത് കുമാർ ചെയ്തു എന്ന് വേണം കരുതാൻ. 2 കോടി രൂപ സാജൻ സ്കറിയയിൽ നിന്നും കൈപ്പറ്റിയെന്നാണ് അൻവർ ആരോപിക്കുന്നത്. തൃശൂർ പൂരം കലക്കി BJPക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടാക്കാൻ അജിത് കുമാർ തയ്യാറായി. ഇതാണ് അൻവർ പറയുന്നത്. അദ്ദേഹം BJPക്ക് വേണ്ടിയും സംഘ് പരിവാറിന് വേണ്ടിയും അതോടൊപ്പം സാജൻ സ്കറിയയെ പോലുള്ള ക്രിമിനലുകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളാണ്. സംഘ് പരിവാർ ആശയങ്ങൾ നടപ്പാക്കാൻ പോലീസിനെ സഹായിച്ച പൂർവകാല ചരിത്രമുള്ള ആളാണ് P ശശി. അദ്ദേഹത്തിൻ്റെ നിലപാട് സംശയാസ്പദമാണ്. ADGPയെ ചുമതലകളിൽ നിന്ന് മാറ്റി പോലീസിന് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.